ഹലോ ഓൾ, വെൽക്കം ടു റൈസ് അപ്പ് ഡെയിലി ആൻസർ റൈറ്റിംഗ് ക്ലബ്. ഇന്ന് നമ്മുടെ ഡെയിലി ആൻസർ റൈറ്റിങ്ങിൻ്റെ ഡേ 19 ആണ്. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ് വൈ ഇൻഡെഞ്ചേർഡ് ലേബർ വാസ് ടേക്കൺ ബൈ ബ്രിട്ടീഷ് ഫ്രം ഇന്ത്യ ടു ദെയർ കോളനീസ്? ഹാവ് ദേ ബീൻ ഏബിൾ ടു പ്രിസർവ് ദെയർ കൾച്ചറൽ ഐഡൻറ്റിറ്റി ഓവർ ദർ? സോ റീസെൻ്റ്ലി നമ്മുടെ PM കരീബിയൻ ഐലൻഡ്സിൽ വിസിറ്റ് ചെയ്ത സമയത്ത് അവരുടെ നമ്മുടെ കൾച്ചറൽ പ്രിസർവേഷനും പിന്നെ അവരെ PMനെ അവരെ വെൽക്കം ചെയ്തത് നമ്മുടെ ഇന്ത്യൻ കൾച്ചറൽ കോസ്റ്റ്യൂംസൊക്കെ വെച്ചിട്ടാണ്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താണ്, അറ്റ് പ്രസൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ നമുക്ക് എങ്ങനെയൊക്കെ ഇൻട്രോ കൊടുക്കാം? സോ നമുക്ക് അതിൻ്റെ ഒരു ഡാറ്റ വെച്ചിട്ട് ഇൻട്രോ കൊടുക്കാം. ലൈക്ക് നിയർലി 1.5 മില്യൺ ഇന്ത്യൻസ് ആസ് ഇൻഡെഞ്ചേർഡ് ലേബർ ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, driven by economic exploitation and Indian agrarian distress. This migration forged a global diaspora that struggled yet preserved its cultural identity against oppressive conditions. So British transported over 1.5 million Indians as indentured labor to sustain their colonial plantation post slavery. സ്ലേവറിക്ക് ശേഷം നമ്മൾ എന്താണ് ഒരുപാട് ലേബേഴ്സിനെ അല്ലെങ്കിൽ ഇൻഡെഞ്ചേർഡ് ലേബേഴ്സിനെ ബ്രിട്ടീഷ് എന്ത് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ട്രാൻസ്പോർട്ട് ചെയ്ത സ്ഥലത്ത്, അതായത് ടു വേർ ദേ ആർ ട്രാൻസ്പോർട്ടഡ് ടു, അവിടെ എന്തുണ്ട്, അവർ നമ്മുടെ കൾച്ചർ പ്രിസർവ് ചെയ്തിട്ടും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഒരു ഇൻട്രോ കൊടുക്കാം. അല്ലെങ്കിൽ എന്തിനൊരു ഒരു ഇൻട്രോ കൊടുക്കാം? ഇൻഡെഞ്ചേർഡ് ലേബർ, എ ഡിസ്ഗൈസ്ഡ് ഫോം ഓഫ് colonial servitude replaced slavery by coercing impoverished Indian into plantation worldwide. While designed for economic extraction, the diaspora resiliently retained its cultural root, transforming them into distinct hybrid identity across Caribbean, Africa and Pacific. എന്താണ്, ഒരു അതർ ഫോം ഓഫ് സ്ലേവറി തന്നെ ആയിരുന്നു. സ്ലേവറിക്ക് പകരം ബ്രിട്ടീഷേഴ്സ് ചെയ്തൊരു ഈ ഒരു ഇൻഡിവിജ്വൽ ലേബേഴ്സിനെ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പ്ലാന്റേഷനിലേക്ക് കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. And beyond economic exploitation, even if they have economically exploited the indentured labours, എന്ത് സംഭവിച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോയ കരീബിയൻ, പസഫിക് ആൻഡ് ആഫ്രിക്കൻ റീജിയനിലേക്ക് പോയ ലേബേഴ്സ് അവിടെ ഇന്ത്യൻ കൾച്ചർ പ്രിസർവ് ചെയ്ത് അവിടുത്തെ കൾച്ചറുമായിട്ട് ഇന്ത്യൻ കൾച്ചറിനെ ഇത് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു ഇൻട്രോയും കൊടുക്കാം. സോ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ബിസിനസ്, വൈ ഇൻഡെഞ്ചേർഡ് ലേബർ വാസ് ടേക്കൺ ഫ്രം ബൈ ബ്രിട്ടീഷേഴ്സ് ഫ്രം ഇന്ത്യ ടു ദെയർ കോളനീസ് ആണ്. എന്തുകൊണ്ട് ഇന്ത്യൻസിനെ ഇവിടുന്ന് കൊണ്ടുപോയി എന്നുള്ള ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് വൺ ഇസ് എക്കണോമിക് നെസസിറ്റി. പ്ലാന്റേഷൻ എക്കോണമീസിൽ എന്ത് വേണമായിരുന്നു, ചീപ്പ് ലേബർ വേണമായിരുന്നു. ഫോർ ദാറ്റ് ദേ ടേക്കൺ ദീസ് ലേബേഴ്സ് ഫ്രം ഇന്ത്യ. Then legal framework, the Indian Immigration Act of 1837 and Labour Ordinance enforced contracts binding workers for 5 to 10 years under brutal condition with penal laws of desertion. Okay. Then push factors, Grain Famine of 1876-78, land revenue policies ഒക്കെ എന്തായിട്ടുണ്ട്, ഇവരെ കണ്ടീഷൻ ഭയങ്കര മോശമാക്കുന്നത് പ്രകാരം ഇവർ വേറെ നാട്ടിൽ ജോലിക്ക് പോകാൻ തുടങ്ങി. Then deceptive recruitment, agents like Arcades lured workers with false promises, 5-year job with return passage. എന്താണ് ഇവിടെ ആളുകൾ, ഈ ആർക്കാട്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ എന്ത് പറഞ്ഞു, 5 years അവിടെ പണിയെടുത്താൽ റിട്ടേൺ വെച്ചിട്ടായിരിക്കും ഇവരെ തിരിച്ചു കൊണ്ടുവരും എന്നുള്ള പ്രോമിസ് കൊടുത്തു. ബട്ട് മെനി ഓഫ് ദ പീപ്പിൾ അവിടെ അവർക്ക് തിരിച്ചു വരാൻ പാടില്ല, അവരവിടെ പെട്ടുപോവുക ചെയ്തിട്ടുള്ളത്. ദെൻ ഡെമോഗ്രാഫിക് മാനിപ്പുലേഷൻ, ദ ബ്രിട്ടീഷ് sought to balance the ethnic population in colonies like South Africa and Fiji, using Indian labours to dilute African and indigenous influence. Next one is transportation network. The expansion of railways and steamship via Kolkata and Madras ports made large-scale indentured logistically feasible. സെൻട്രൽ ഇന്ത്യയിൽ നിന്നും ബാക്കിയുള്ള പാർട്ടിൽ നിന്നും ഒക്കെ എന്ത് ചെയ്തു, റെയിൽവേ പോലെയുള്ള സംഭവങ്ങൾ വഴി പോർട്ടിലേക്ക് ആളെ കൊണ്ടുവന്നു. എന്നിട്ട് അവരെന്ത് ചെയ്യാൻ തുടങ്ങി, ഫോഴ്സ്ഫുള്ളി ട്രാൻസ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ദെൻ കൊളോണിയൽ പ്രോഫിറ്റ് മോട്ടീവ് ഇൻ ദ സെൻസ് ദ ഇൻഡിവിജ്വൽ ലേബേഴ്സ് വാസ് ചീപ്പ്. അപ്പോൾ അവർക്ക് എന്തായിരുന്നു, അപ്പോൾ അവർക്ക് കുറച്ച് ശമ്പളം കൊടുത്താൽ മതി. ആൻഡ് അവരുടെ മോർട്ടാലിറ്റി റേറ്റും ഹൈ ആയിരുന്നു. സോ ന്യൂ വർക്കേഴ്സിനെ എപ്പോഴും ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇവിടെ അവർക്ക് കുറഞ്ഞ ചിലവിൽ
ഹൈ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അതായിരുന്നു ഈ ഇൻഡെൻജേർഡ് ലേബേഴ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെയാണ് കാരണങ്ങളെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്യാം. ദെൻ സെക്കൻഡ് പാർട്ട്, ഹാവ് ദേ ബീൻ ഏബിൾ ടു പ്രിസർവ് ദ കൾച്ചറൽ ഐഡൻറ്റിറ്റി ഓവർ ദർ എന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് ദിസ് ഇസ് ആൻ ഒപ്പീനിയൻ ക്വസ്റ്റ്യൻ. സോ യു ഷുഡ് എക്സ്പ്ലിസിറ്റ്ലി മെൻഷൻ യുവർ ഒപ്പീനിയൻ. സോ ബിഫോർ ദാറ്റ് നമുക്ക് ഈ രണ്ട് പാർട്ടും ഒന്ന് അഡ്രസ്സ് ചെയ്യണം. സോ ലൈക്ക് ഹാവ് ദേ ഏബിൾ ടു പ്രിസർവ് ദ കൾച്ചറൽ ഐഡൻറ്റിറ്റി എന്ന പാർട്ടും ദേ ഹാവ് പ്രിസർവ്ഡ് എന്നും പറയണം. പിന്നെ ദർ ആർ സം അതിൻ്റെ ലിമിറ്റേഷൻസും പറയണം. എന്നിട്ടായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ പറയേണ്ടത്. ആൻഡ് പ്രിസർവേഷൻ ഓഫ് കൾച്ചറൽ ഐഡൻറ്റിറ്റി. Despite systemic oppression, Indian diaspora communities retain their cultural identity through നമ്മുടെ ഇവിടുത്തെ റിലീജിയൻസ് ആൻഡ് ഫെസ്റ്റിവൽസ് അവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഹിന്ദു ടെമ്പിൾസ് ഓഫ് മാരിയമ്മൻ ടെമ്പിൾ ഇൻ മൗറീഷ്യസ്, ഇസ്ലാമിക് മോസ്ക് ഇൻ ജിന്ന മെമ്മോറിയൽ മോസ്ക് ഇൻ ഗിയാന, സിഖ് ഗുരുദ്വാരാസ് ഉണ്ട്. പിന്നെ ഫെസ്റ്റിവൽസ് ലൈക്ക് ദിവാലി, ഹൊസെ, ഖവാഡി ഒക്കെ എവിടെയും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഈ കോളനീസിലും അവിടെ ബ്രിട്ടീഷിൻ്റെ ആ പഴയ കോളനീസിലും ഇപ്പോഴും സെലിബ്രേറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ദേ വർ ഇവിടുന്ന് പോയ ആളുകളാണ് അതവിടെ വളർത്തിക്കൊണ്ടുവരുന്നത്. ദെൻ ലാംഗ്വേജ് ഓഫ് ആൻഡ് മ്യൂസിക്. ഭോജ്പൂരി ഇൻ സുരിനാം, തമിഴ് ഇൻ ഫിജി, ഹിന്ദി ഇൻഫ്ലുവൻസ്ഡ് ക്രോയൽ ലാംഗ്വേജസ്. ചട്നി മ്യൂസിക് ഓഫ് ട്രിനിനാഡ്, ബൈത്തക് ഗാന ഓഫ് സുരിനാം, കവാലി ഓഫ് സൗത്ത് ആഫ്രിക്ക എല്ലാം എന്താണ് ഇന്ത്യൻ കൾച്ചറും അവിടുത്തെ കൾച്ചറും തമ്മിലുള്ളൊരു കൾച്ചറൽ ബ്ലെൻഡാണ്. ദെൻ ക്യുസീൻ. ഡിഷസ് ലൈക്ക് റൊട്ടി, കറി ഇൻ ട്രിനിഡാഡിയൻ ഡബിൾസ്, ദാൽപൂരി ഇൻ ഗിയാന, ദെൻ ഫൊലോരി ഇൻ സുരിനാം. ഇതൊക്കെ എന്താണ് ഇന്ത്യൻ സ്റ്റേപ്പിൾസ് അവിടുത്തെ ആളുകൾ കഴിക്കാൻ തുടങ്ങിയിട്ട് അവിടുത്തെ കൾച്ചറുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തതാണ്. ദെൻ റെസിസ്റ്റൻസ് ആൻഡ് റിവൈവൽ. പോസ്റ്റ് ഇൻഡേഞ്ചർ മൂവ്മെൻറ്റ്സ് ലൈക്ക് ഗിർമിത്യ കൾച്ചർ ഓഫ് ഫിജി, ഇന്ത്യൻ അറൈവൽ ഓഫ് കരീബിയൻ, ഹിന്ദി ലിറ്ററൽ സൊസൈറ്റി ഇൻ മൗറീഷ്യസ് help to reclaim their identity. Then family and social structure. Despite broken contract, joint family system persisted in modified form with panchayat resolving disputes in places like Guyana and നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ വില്ലേജ് കൾച്ചർ ആയിട്ടുള്ള ജോയിൻറ്റ് ഫാമിലീസ്, അതുപോലെ മോഡിഫൈഡ് ഫോം ഓഫ് പഞ്ചായത്ത്സ് ഒക്കെ ഈ റീജിയൻസിലും ഉണ്ട്. ലൈക്ക് ഗിയാന, സിരിനാം പോലത്തെ സ്ഥലങ്ങളിൽ. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയയും ഇവരുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ലൈക്ക് ഹിന്ദി സ്കൂൾസ് ഇൻ ഫിജി, ഇന്ത്യൻ ഓൺ ന്യൂസ് പേപ്പേഴ്സ് ഇൻ ട്രിനിനാഡ്, ഗോർഡിയൻ ആൻഡ് ലൈറ്റർ ബോളിവുഡ് ഫിലിംസും അവിടെ കൾച്ചറൽ ടൈസ് റീഇൻഫോഴ്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ. ലീഡേഴ്സ് ലൈക്ക് ചെഡ്ഡി ജഗൻ ഫ്രം ഗുയാന ആൻഡ് മഹേന്ദ്ര ചൗധരി ഓഫ് ഫിജി ചാമ്പ്യൻ ഇൻ ഇന്ത്യൻ ഐഡൻറ്റിറ്റി ഇൻ ദ പോസ്റ്റ് കൊളോണിയൽ പൊളിറ്റിക്സ്. ദെൻ ചാലഞ്ചസ്. നമ്മളിപ്പോൾ എന്ത് പറഞ്ഞു, പ്രിസർവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ബട്ട് ദർ ആർ സം ചാലഞ്ചസ് ദാറ്റ് ദീസ് പീപ്പിൾ ഫേസ്. Despite the efforts, many endangered Indian communities struggle to fully preserve their traditions due to forced assimilation policies. Colonial governments actively discouraged Indian customs. In Fiji, Christian missionaries pressured Hindus and Muslims to convert, while in Trinidad, English was enforced over Bhojpuri. Colonialist, അതായത് ബ്രിട്ടീഷേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിസ്ത്യൻ മിഷനറീസ് ഇവിടെയൊക്കെ ഈ ഹിന്ദുസിനെയും മുസ്ലിംസിനെയും കൺവേർട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ലാംഗ്വേജിനെ ഇംഗ്ലീഷ് വൽക്കരിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ലോസ് ഓഫ് ആൻസെസ്ട്രൽ ലാംഗ്വേജ്. ബൈ ദ തേർഡ് ജനറേഷൻ ലാംഗ്വേജസ് ലൈക്ക് തമിഴ് ഇൻ സൗത്ത് ആഫ്രിക്ക, അവധി ഇൻ ജമൈക്ക നിയർലി ഡിസപ്പിയർഡ്, റീപ്ലേസ്ഡ് ബൈ കൊളോണിയൽ ലാംഗ്വേജസ്. ഓക്കെ, അതെന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ലാംഗ്വേജിനെ അവിടുത്തെ ലാംഗ്വേജുമായിട്ട് ഇത് ചെയ്യുന്നതിന് കൊണ്ട് തന്നെ അവിടെ ഈ ഒരു ലാംഗ്വേജിൻ്റെ ഇൻഫ്ലുവൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Then fragmented community structure. Endangered labours were deliberately mixed from different regions. Bihari with Tamils in Mauritius, weakening unified cultural practice. എന്താണ് അവരെന്ത് ചെയ്തു, ഡെലിബറേറ്റ്ലി ഇന്ത്യൻ ലേബേഴ്സിനെ മിക്സ് ചെയ്തു, ലൈക്ക് ബിഹാരീസ് ഫ്രം തമിഴ്സ്. ഇതെന്ത് പറ്റു, ആ ഒരു പ്യുവർ ഫോം ഓഫ് കൾച്ചറൽ പ്രിസർവേഷനെ ബാധിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇൻ മൗറീഷ്യസ്. ദെൻ എക്കണോമിക് മാർജിനലൈസേഷൻ. Poverty restricted cultural preservation. In Suriname, many descendants of endangered labours abandoned Hindu rituals due to high cost and maintaining temples.
Then intergenerational erosion. Younger generation of Guyana and Trinidad often view Indian tradition as old-fashioned, preferring Western and Caribbean identities. They feel like Indian traditions are old-fashioned, and they are trying to adopt the tradition of Caribbeans and Western world. Then in conclusion, we should mention your opinion. So like, yes, I could agree that they preserved their culture and identity at maximum. When Prime Minister Modi's gratitude for Trinidad and Tobago warm hospitality highlights the enduring bonds between our nations, celebrating how the Indian diaspora has enriched both cultures while maintaining cherished tradition. ആ ഒരു പി എമ്മിൻ്റെ ആ ഒരു ഇൻസിഡൻറ്റും കൂടെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺക്ലൂഡ് ചെയ്യാം. അല്ലെങ്കിൽ however the assimilation pressures, loss of native language and racial discrimination led to cultural erosion in some regions, yet the diaspora's resilience ensured that their Indian heritage remained a vibrant part of their identity. ഇങ്ങനെ പറഞ്ഞിട്ടും നമുക്ക് എന്ത് ചെയ്യാം, കൺക്ലൂഡ് ചെയ്യാം. Okay, that's all for today's question. Thank you all.